ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം ലുലു പോയപ്പോഴത്തേക്ക് ഈ കുഞ്ഞു മാങ്ങ കണ്ട് ഒന്നും നോക്കിയില്ല, ഒരു 4-5 മാങ്ങ അതിന് എടുത്തു. അപ്പോൾ ഈ മാങ്ങ കണ്ടപ്പോൾ തന്നെ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. കുറേ നാളായില്ലേ മാമ്പഴ പുളിശ്ശേരിയൊക്കെ കഴിച്ചിട്ട്. നാട്ടിലാണെങ്കിൽ എപ്പോഴും കഴിക്കാൻ പറ്റുമല്ലോ, മാങ്ങ സീസൺ ആയ പിന്നെ മാമ്പഴ പുളിശ്ശേരിയും മാങ്ങാക്കറിയൊക്കെ ഉണ്ടാവുമല്ലോ, ഉപ്പിലിട്ട മാങ്ങ എല്ലാം ഉണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. എന്നാൽ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പം ഞാൻ ഫ്രീസ് ചെയ്ത് പച്ചമാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നാട്ടുമാങ്ങ പോലെ നാട്ടുമാങ്ങയുടെ സെയിം മണത്തിലായിരുന്നു ഈ മാങ്ങ കിട്ടിയത്. ഈ ഇത്രയും വലുപ്പമില്ല കേട്ടോ, നല്ല ചെറുതാണ്, കുറച്ച് വലുതായിട്ട് കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അപ്പം നന്നായിട്ട് 2 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചു. അപ്പം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും നന്നായിട്ട് തൊലിയെല്ലാം ഇരിച്ച് കളഞ്ഞ് മാങ്ങയുടെ. നാട്ടിലിപ്പോൾ നല്ല മാങ്ങ സീസൺ അല്ലേ. നാട്ടിൽ എൻ്റെയൊക്കെ കുഞ്ഞിലെ വെക്കേഷൻ ടൈമാണല്ലോ ഇപ്പം നമുക്ക് നാട്ടിൽ. വെക്കേഷൻ ടൈം ആകുമ്പോഴത്തേക്ക് ഒരു മഴ വരും, അപ്പോഴത്തേക്ക് മാവിൻ ചോട്ടിൽ ഫുള്ള് മാങ്ങ ഇങ്ങനെ കൊഴിഞ്ഞു കിടക്കും, നാട്ടുമാങ്ങയും മൂവാണ്ട മാങ്ങയൊക്കെ ആയിട്ട്. അതൊക്കെ ഒരു ഓർമ്മ. എൻ്റെ വീട്ടിൽ അങ്ങനെ മാവില്ലായിരുന്നു, ഉള്ള മാവാണെങ്കിൽ കായ്ക്കാതെ വലിയ മരമായിട്ട് നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് ഈ മാവിൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോഴത്തേക്കേ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ മുറ്റത്ത് തന്നെ ഒരു മൂവാണ്ടമാവ് ഉണ്ടാവും. ഒരു കാറ്റ് വീശുമ്പോഴേ നിറയെ കൊഴിഞ്ഞ് താഴെ കിടക്കും. അതുപോലെ നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വെക്കേഷനൊക്കെ ടൈമല്ലേ, അപ്പോൾ നല്ല കാറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടെ ഒരു മേരിക്കുട്ടി ടീച്ചറുണ്ട്, മേരി സാറെന്നൊക്കെ എല്ലാവരും വിളിക്കും. അപ്പോൾ അവിടെ ബാക്ക് വശത്തൊരു നാട്ടുമാവുണ്ട്, മൂവാണ്ടമാവും ഉണ്ട്. കാറ്റ് വീശി കഴിയുമ്പോഴത്തേക്ക് ഫുൾ മാങ്ങ അവിടെ വീണ് കിടക്കും. അവിടെ ഈ ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ താമസിക്കുന്നത്, പിന്നെ ഒരു ജോലിക്ക് നിൽക്കുന്ന ഒരു ആൻറ്റിയുണ്ട്. അപ്പം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ കൊച്ചുകുട്ടികളല്ലേ, അപ്പോൾ ടീച്ചറിങ്ങനെ വലിയ കവർ, ഒരുപാട് പേര് വന്ന് പെറുക്കുമല്ലോ, ടീച്ചറിങ്ങനെ ഒരു കവർ നിറച്ച് നമുക്ക് വേണ്ടി പെറുക്കി ഇങ്ങനെ വെച്ചിരിക്കും. അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല, കാരണം മുതിർന്നവരൊക്കെ വന്ന് പെറുക്കിയിട്ട് പോകുമല്ലോ. അതൊക്കെ ഒരു ഓർമ്മ. അപ്പം ഞാൻ ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഇങ്ങനെ ഇരിച്ച് കളഞ്ഞിട്ടാണ് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഞാൻ 5 മാങ്ങയായിരുന്നു ഉണ്ടായിരുന്നത്, അതിലൊരു 4 മാങ്ങ മാത്രമേ ഞാൻ കറിക്ക് എടുത്തിട്ടേ ഉള്ളൂ. ഒരു മാങ്ങ വെറുതെ കഴിക്കാനൊരു കൊതി. പണ്ട് നമ്മൾ നാട്ടുമാങ്ങ ഇങ്ങനെ കഴിക്കില്ലേ, അതേപോലെ. അപ്പം ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു 4-5 പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഈ 4 മാങ്ങയാണ് ഞാൻ എടുത്തത്. ഇതായിരുന്ന കൂട്ടത്തിൽ നല്ല ചെറിയ മാങ്ങ, ഇത്രയും വലുപ്പം, ഈ കാണുന്നത്രയും വലുപ്പം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു, തീരെ ചെറുതായിരുന്നു. ഒരു നാരങ്ങയെക്കാളും ഒരു വലിയ നാരങ്ങയുടെ വലുപ്പം, തീരെ ചെറിയ നാരങ്ങയല്ല, ഒരു വലിയ നാരങ്ങയുടെ വലുപ്പം, അത്രയേ ഉള്ളൂ മാങ്ങയ്ക്ക്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടു. ഒരു എരിവില്ലാത്ത മുളകാണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്നത്, വലിയ എരിവില്ല. അപ്പോൾ അതൊരു 4 മുളക് ഞാൻ കട്ട് ചെയ്ത് കീറിയിട്ട്, നടുക്കൂടെ കീറിയിട്ട് 4 മുളകും ചേർത്ത് ഒന്ന് അടച്ചു വെച്ചു. എൻ്റെ മാങ്ങ കൊണ്ടുണ്ടാക്കുന്നതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് മാമ്പഴ പുളിശ്ശേരി. പഴുത്ത മാങ്ങ വെച്ചിട്ട്, പച്ചമാങ്ങ വെച്ചിട്ടുള്ള മാങ്ങാക്കറി ഇഷ്ടമാണ്, എന്നാലും ഏറ്റവും ഇഷ്ടം ഈ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതിനിടയ്ക്ക് കല്യാണിയുടെ പോയി കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് വന്നപ്പോഴത്തേക്ക് മാങ്ങ ഏകദേശം വേവായിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചു. ഒന്ന് ഇളക്കി കൊടുത്തു, അല്ലെങ്കിൽ ചട്ടിയിലായതുകൊണ്ട് തന്നെ അടിക്ക് പറ്റുമല്ലോ, അടി പിടിക്കും. ഇപ്പം തന്നെ ഒന്ന് അടിയിൽ ചെറുതായിട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ അത് ഓക്കെ ആയി. ഇപ്പം പിന്നെ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങ കിട്ടാനും ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ യൂട്യൂബിലൊക്കെ എപ്പോൾ നോക്കിയാലും ഈ മാമ്പഴ പുളിശ്ശേരി, ഫേസ്ബുക്കിൽ റീൽസ് എടുത്താലും മാമ്പഴ പുളിശ്ശേരി, ഇതാണല്ലോ ഇപ്പോൾ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ മാങ്ങ ശരിക്കും നമ്മുടെ നാട്ടുമാങ്ങയുടെ ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലുള്ള കൊച്ചു മാങ്ങയില്ലേ, നാട്ടുമാങ്ങ, ഒരു ചെറിയ പുളിയും മധുരവും ഒക്കെ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എക്സ്ട്രാ പഞ്ചസാരയോ അങ്ങനെ മധുരത്തിനായിട്ടൊന്നും ചേർക്കേണ്ടി വന്നില്ല, ഒന്നും ചേർത്തിട്ടുമില്ല. പിന്നെ അരപ്പരയ്ക്കാൻ വേണ്ടി എടുത്ത് അതിൽ തേങ്ങ, പിന്നെ കുറച്ച് ജീരകം, ഒരു 2-3-4 ഉലുവ, പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി കറിയിലിട്ടിട്ടുണ്ടല്ലോ, അപ്പം അതൊന്നും വേണ്ട. ഈ ഉലുവയും ജീരകവും തേങ്ങയും കൂടി ചേർത്ത് അരപ്പ് അരച്ചെടുത്തു. മിക്സി ജാറിൻ്റെ അടപ്പ് ഇത്തിരി ലൂസാണേ, പണി പാളിയേനെ, അരപ്പെല്ലാം തെറിച്ച് പോയേനെ, ഭാഗ്യം. അപ്പോൾ അരപ്പൊക്കെ അരച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്, അല്ലെങ്കിൽ മാങ്ങ അടുക്കി പറ്റിയിരിക്കുമല്ലോ. അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു.
അത് കഴിഞ്ഞിട്ട് ഇനിയും അരപ്പിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള തൈരും അതിൽ തന്നെ ഒന്ന് ഉടച്ചെടുത്ത്. ഈ തേങ്ങ അരപ്പ് ചേർത്തിട്ട് ഞാൻ തിളപ്പിച്ചിട്ടില്ല. അത് ചട്ടിയുടെ ചൂടിൽ ഒന്ന് ആ അരപ്പ് ചേർത്തപ്പോൾ തിളച്ചതാണ്. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കുക ചെയ്തേ ഉള്ളൂ, തിളച്ചിട്ടില്ല. തീ ഓഫാക്കിയതിന് ശേഷമാണ് തൈര് ഉടച്ചത് ചേർത്ത് കൊടുത്തത്. ആ ചട്ടിയുടെ ചൂട് കാരണമാണ് അത് തിളയ്ക്കുന്നത്. തീ ഓഫാണേ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ തൈര് ഉടച്ചതൊക്കെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ലാസ്റ്റിൽ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതെല്ലാം ചേർക്കുക ചെയ്തത്. ഒന്നും ചേർത്തിട്ടില്ല. ഇതിൽ മഞ്ഞപ്പൊടിയും ജീരകവും ഒരു 2-3 ഉലുവ, പിന്നെ ഉപ്പ്, ഇത് ഇത്രയും മാത്രമേ ചേർത്തിട്ടേ ഉള്ളൂ. പിന്നെ തേങ്ങയും അരച്ച് ചേർത്ത്, എന്നിട്ട് കുറച്ച് തൈര്, എൻ്റെ കയ്യിലുള്ള തൈര് പുളിയില്ലാത്ത തൈരായിരുന്നു, അപ്പോൾ അതാണ് ചേർത്തത്. പിന്നെ കടുക് വറുക്കാൻ വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളി എടുത്ത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് 2-3-4 വറ്റൽമുളകും കൂടി ഇട്ട് കടുക് വറുക്കുക ചെയ്തത്. അപ്പോൾ എണ്ണ വെച്ചു, നമ്മുടെ കടുകിട്ട് പൊട്ടിച്ചു, കടുക് വറുത്തു. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കല്യാണിക്കുട്ടി ഫ്രണ്ട്സായിട്ട് കളിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾക്ക് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വെളിച്ചെണ്ണയിലൊക്കെ കടുക് വറുത്ത് ചേർത്ത്, വെറുതെ പറയല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു, രക്ഷയില്ലായിരുന്നു. കുറേ നാളായി കഴിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. ബൈ.